നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കാർത്തികയും ലക്ഷ്മിയും കൂടെ ഒരുങ്ങി. അപ്പോഴേക്കും കാർത്തികയുടെ അടുത്ത് വന്നിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ അവരിതിരായിട്ടും എത്തിയില്ലോ, ഇപ്പൊ തന്നെ എത്തുമായിരിക്കും അമ്മേ. പിന്നെ എനിക്ക് കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ട്. ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അയ്യപ്പന് ഒരു നീരാഞ്ജനം, പിന്നെ ചുറ്റുവിളക്കൊക്കെ നേർന്നിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ പേര് കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണം. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, എന്റെ മനസ്സിൽ അതൊന്നും അല്ല, കിരണിനെ കുറിച്ചുള്ള ചിന്തകളാ. കിരണിനെ കുറിച്ചോ അമ്മേ? ആ ഗംഗാപ്രസാദിനെ തപ്പി നടക്കുമല്ലേ കിരണ്. എങ്ങാനും ഒരു പക്ഷേങ്കില് ഗംഗാപ്രസാദിന്റെ സ്വഭാവം അറിയാലോ, തന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവൻ വെറുതെ ഇരിക്കില്ല. കിരണിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് നടക്കില്ല മോളെ, അമ്മയ്ക്കറിയാലോ. ആ സ്റ്റെഫി എന്ന് പറയുന്നവളെ ബൈജു പെണ്ണ് കാണാൻ പോയ കാര്യങ്ങളൊക്കെ അന്ന് കിരണിനെ ഇല്ലാതാക്കാനായിരുന്നു ശ്രമിച്ചേ. അന്ന് ആ ഗുണ്ടകളുടെ കത്തിക്കിരയായത് അച്ഛനായിരുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ എല്ലാം ഒന്നും ഓർത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം അറിയാം. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? കിരണിനെ ഇതിനകത്തൊന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ? കിരണിനോട് എത്ര വട്ടം പറഞ്ഞു അവന്റെ പിന്നാലെ ഇങ്ങനെ പായുണ്ടെന്ന്. കാരണം പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ആപത്താണ്. പക്ഷെ കിരൺ വെറുതെ ഇരിക്കില്ല. കല്യാണിക്ക് വാക്ക് കൊടുത്തിരിക്കുമല്ലേ. അമ്മയുടെ അസ്ഥിയൊക്കെ ഒഴുക്കിയതിന് ശേഷം വന്ന് കല്യാണി ആദ്യം പറഞ്ഞു ഒരേ ഒരു കാര്യം, ആ ഗംഗാപ്രസാദ് ഞങ്ങൾ തീർത്ത് കളയണമെന്നാ. കിരണിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും അത് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും കിരൺ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു. അതൊക്കെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. അതേസമയം പ്രകാശനും ക്ഷേത്രത്തിൽ പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛൻ കുറച്ച് താമസിച്ച് എഴുന്നേറ്റല്ലേ, പിന്നെ അച്ഛൻ ഉറങ്ങുവാണെന്ന് കരുതിയിട്ടാ അച്ഛനെ ഞാൻ വിളിക്കായിരുന്നു. അതെ മോളെ, നേരം വെളുക്കാറായപ്പോഴാണ് ഞാനൊന്ന് കിടന്ന് മയങ്ങിയത്. അതാ കാരണം രാത്രിയിൽ ഓരോന്നൊക്കെ ചിന്തിച്ചിട്ടേ. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് അങ്ങ് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു, ദുസ്വപ്നങ്ങൾ എന്തോ വരാൻ പോകുന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. നമ്മളിവിടെ ഉണ്ടെങ്കിലും ലക്ഷ്മിയും കാർത്തിയും അവിടെയല്ലേ, അവരിവിടെ ഒന്ന് താമസിക്കുമായിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നു. അത് പിന്നെ അച്ഛാ, അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഈ ആപത്ത് സംഭവിക്കാൻ കാരണം അവരാന്ന്. അതുകൊണ്ട് അവരെവിടുന്ന് പോയത്. എത്ര വട്ടം പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. പ്രകാശം പറഞ്ഞു, അതെ മോളെ, അത് ഞാനും അവരോട് പറഞ്ഞ ഇവിടെ വന്ന് താമസിക്കുക. അല്ലാതെ ഇപ്പൊ അവര് കാരണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് ദീപയ്ക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിപ്പോ ആരുടെയും പ്രശ്നം കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടെ സൂക്ഷിക്കേണ്ടായിരുന്നു വെച്ചാ. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ. ഒരു പ്രോജക്റ്റിന്റെ കാര്യത്തെക്കുറിച്ച് ജോഡിസിനോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോഡിസൻ പറഞ്ഞ അമ്മയുടെ കാര്യം കൂടുതൽ സൂക്ഷിക്കണം, അമ്മയ്ക്ക് ദശാസന്ധിയാന്ന്. പക്ഷെ അപ്പം ഞങ്ങൾ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പ്രോജക്റ്റിനെ കുറിച്ചായിരുന്നു ജോഡിസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പം ഞങ്ങളത് കാര്യമായിട്ട് എടുക്കുമായിരുന്നെങ്കിലോ, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അച്ഛൻ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ. അപ്പം അതിന്റെ സന്തോഷത്തിലായിരുന്നു അമ്മ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. പ്രകാശം പറഞ്ഞു, ശരിയാ, പാവം ദീപ. അവളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഒരു ഭർത്താവിന്റെ സ്നേഹം കിട്ടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഞാനും കൂടെ കാരണമാണല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ അച്ഛനെയും വിഷമിക്കൊന്നും വേണ്ട. അല്ല കാർത്തിമോള് വിളിക്കോ മറ്റോ ചെയ്തോ? അവര് രാവിലെ റെഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞു. അല്ല കിരൺ മോനോട് പറഞ്ഞോ? ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അച്ഛാ. അല്ല അവൻ വരുന്നില്ല എന്നാ പറഞ്ഞേ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി കിരണിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ കല്യാണി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും കിരൺ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല നീ പോകാൻ റെഡിയായോ? അതെ. അല്ല സൂക്ഷിച്ചു പോയിട്ട് വരണം. അല്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയണ സമയത്ത് കിരണായിട്ടും കൂടെ ഞങ്ങളോട് വന്നാൽ എന്താ പ്രശ്നം? അത് പിന്നെ ഞാൻ നിങ്ങളോടൊപ്പം വന്നാൽ ശരിയാവത്തില്ല. അതെന്താ? അതെ, ഞാൻ വന്നില്ലെന്നോർത്ത് പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. അതെന്താ കിരണേട്ടൻ ഞങ്ങളോടൊപ്പം വന്നാല്? അതെ, മാറി നിന്ന് വീക്ഷിക്കുന്ന നല്ലത്. കാരണം നിനക്കറിയാലോ, ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ക്യാമറയുടെ യുഗമാണ്. ഇന്നത്തെ മിക്ക കുണ്ടകളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതെവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൽ മതി. പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം കാർത്തിയേച്ചിയും ലക്ഷ്മി അമ്മയ്ക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് അവൻ ആ വീട്ടിൽ ചിലപ്പോൾ അത് സ്ഥാപിച്ച് കാണുമായിരിക്കും. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കല്യാണി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് പിന്നാലെ ഞാൻ വരാന്ന്. അവർ ക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ ചിലപ്പോൾ ഗംഗാപ്രസാദ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മറിഞ്ഞിരുന്ന് വീക്ഷിക്കാം. അല്ലാതെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറാൻ ചാൻസ് ഉണ്ട്. മറിഞ്ഞിരിക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും അവന്റെ കണ്ണിപ്പെടുത്തില്ലോ, അവനെ പിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അവനെങ്ങാനും എൻ്റെ കണ്ണി വന്ന് പെടുവാണെങ്കിൽ അവനെ ഞാൻ വിടത്തില്ല കിരണേട്ടാ, അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ. അവൻ കുറേ ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോഴേക്കും
കിരൺ പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട. ദേ ആ, ബാലമാമ വന്നോന്ന് ചോദിക്കണം. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഉം, ആ, ഞങ്ങൾ അവിടെ പോയി കാർത്തിയേച്ചിനെ ലക്ഷ്മിയമ്മനെ കൂട്ടിക്കൊണ്ടാ പോന്നെ. അത് നല്ല, അതെന്തുകൊണ്ട് നല്ല, അല്ലാതെ അവരെ തനിച്ച് ക്ഷേത്രത്തിലേക്ക് വരാനൊന്നും അവരോട് തനിച്ച് പറയുമൊന്നും വേണ്ട. എപ്പോഴും അവരുടെ നേരിലായിട്ട് നീയും ഉണ്ടായിരിക്കണം. ഒരാപത്ത് സംഭവിച്ചുകൂടാ. നീ ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾ ഞാൻ കൂടെ വന്നേക്കാന്ന് പറയണം. അപ്പൊ കിരൺ മാത്രമല്ല, ബൈജുവും രതീഷും ഒക്കെ കിരണിന്റെ കൂടെ ഉണ്ടായിരിക്കും കാവലായിട്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും പ്രകാശനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ബാലണ്ണൻ കാറും കൊണ്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശൻ ചോദിച്ചു, ബാലനോട് ചോദിച്ചു, അല്ല ബാലണ്ണ, ഞങ്ങളോടൊപ്പം വരുന്നതിന് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? പേടിയുണ്ടോ ഞാൻ ഈ വീട്ടിലേക്ക് വരുമോ? ഇവിടെ വച്ചല്ലേ ആ ഗംഗാപ്രസാദനെ കിരൺ മോനെ പോലീസിനെ പിടികൂടി കൊടുത്തേ. ശരിക്കും കിരൺ മോന്റെ കയ്യിലാ തെറ്റ്. അന്ന് അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. അതെ ബാലണ്ണ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ ഇനി എനിക്ക് ആ അബദ്ധം പറ്റില്ല. അവനെന്റെ കൈ കിട്ടും. അവനെ ഞാൻ തീർത്ത് കളയും. അപ്പോഴേക്കും ബാലണ്ണൻ പറഞ്ഞു, എനിക്ക് ദീപയുടെ മോഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ബാലണ്ണ. അതൊക്കെ ഓർത്ത് വെറുതെ വിഷമിക്കാമെന്ന് മാത്രം. പിന്നീട് ഒരു കാര്യം പറഞ്ഞു പ്രകാശനോടും ബാലണ്ണനുമായിട്ട് കിരണം, അതെ പോകുന്ന വഴിക്ക് അപരിചിതരായ ആരെങ്കിലും വണ്ടിക്ക് കൈ കാണിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താനോ അവരോട് സംസാരിക്കാനോ പോകണ്ട കേട്ടോ. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? വേഷപ്പാർച്ച നടത്തി അവര് ഈ വീട്ടിലേക്ക് പോലും വന്നിട്ടുണ്ടോ സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അതെ ബാലണ്ണ, ഞാനാണ് കൊണ്ട് ഭിക്ഷ കൊടുത്തത്. ഭിക്ഷ അയച്ചു വന്നവരെ പോലെയായിരുന്നു അവർ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേങ്കിൽ അപ്പോഴെനിക്ക് സംശയം തോന്നിയില്ല. കിരൺ മോൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക പോലും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവനെ എൻ്റെ കയ്യിൽ എങ്ങാനും കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ കൊന്നോളാം കിരൺ മോനെ. ഞാനും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ഇറങ്ങാം. എനിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനും ആ കാർത്തികയും ലക്ഷ്മികളും അവിടെ താമസിക്കുന്നതുകൊണ്ടാ. കാരണം അവർ മാറി താമസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് വരുമോയെന്ന് പോലും പേടിയുണ്ട്. കല്യാണി പറഞ്ഞു, അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിനി പോയേക്കാം, അതേ സമയം കളയണ്ട. അങ്ങനെ കിരൺ അവരെ യാത്രയാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കിരൺ അവരെ പറഞ്ഞു വിടുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രകാശനും കല്യാണിയൊക്കെ അങ്ങനെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം അവരെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കഥവ് തുറന്നിട്ട് കാർത്തിക വെളിയിൽ ഇറങ്ങി നോക്കുവാണ് അവർ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു, മോളെ നീ ആ കഥവ് തുറന്നിടേണ്ട കാര്യമില്ലായിരുന്നു. അതെന്താമേ? കഥ അവന് ചാടിക്കേറി വരുമെന്ന് ഓർത്താണോ? അങ്ങനെ ഞങ്ങൾ പേടിക്കാൻ തുടങ്ങിയ പേടിക്കാനല്ല സമയം കാണത്തുള്ളൂ. പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കാണ് കാറകത്തേക്ക് കയറി വരുന്നേ. ലക്ഷ്മിയമ്മയ്ക്കും കാർത്തികൊക്കെ സന്തോഷമായി. അങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ പ്രകാശൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്തിനാ നേരത്തെ തന്നെ ഇറങ്ങി ഇവിടെ നിൽക്കുന്നത്? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കഥ ഇങ്ങനെ തുറന്നിട്ടിരിക്കരുതെന്ന്. ആരെങ്കിലും വരുവാണെങ്കിൽ ജനലിൽ കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ കഥ തുറക്കാവുള്ളൂ. പറഞ്ഞാൽ എന്താ മനസ്സിലാവില്ലേ? കാർത്തി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പേടിച്ചു ഒളിച്ചോടി ഇരിക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛാ. അങ്ങനെ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. അപ്പോഴേക്കും ബാലണ്ണൻ പറഞ്ഞു, നമ്മൾ പേടിക്കേണ്ട കാര്യത്തിന് പേടിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ കണ്ടില്ലേ ദീപയുടെ അവസ്ഥ ഉണ്ടോ? പാവം, അതെങ്ങനെയൊക്കെ വിചാരിച്ചാണോ? എനിക്ക് എല്ലാവരും കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലുള്ള അടുപ്പുണ്ട് ദീപയുമായിട്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കൊണ്ട് കുഞ്ഞാൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ദീപയെ കാണുമ്പോൾ ദീപയെ ഓരോ പരാതികളും പരിഭവങ്ങളൊക്കെ പറയായിരുന്നു. കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴും മനസ്സ് നിറയെ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? കല്യാണിക്ക് വേണ്ടി എൻ്റെ കുട്ടികൾക്ക് പലഹാരം മേടിക്കുന്ന കൊടുത്ത് കല്യാണിക്ക് വേണ്ടിയും വാങ്ങും. പക്ഷെ അതാ എല്ലാവരുടെയും കണക്ക് കൊണ്ടേ കൊടുക്കില്ല. കല്യാണി മുള വല്ല തൊഴുത്തിലൊക്കെ ആയിരിക്കും സമയത്ത് അവിടെ കൊണ്ടേ കൊടുക്കുക ചെയ്യുന്നത്. അതൊക്കെ ഇട്ടപ്പോൾ കല്യാണിക്കും കണ്ണു നിറഞ്ഞു. പ്രകാശം കണ്ണു ഉടക്കുകയാണ്. പ്രകാശം ചെയ്ത ക്രൂരതകളാണ് അതൊക്കെ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇതൊക്കെ എന്തിനാ വരണ ഇവിടെ പറയണേ? പറയാതിരിക്കാൻ പറ്റില്ല മോളെ. ചില സാഹചര്യങ്ങൾ നമ്മൾ ഓർത്തു പോകും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മരിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ദീപയെ കണ്ടായിരുന്നു. മുമ്പത്തെ പോലൊന്നും ആയിരുന്നില്ല. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി കുറെ കാലത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളോട് സംസാരിച്ച്. അതൊക്കെ എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ചിന്തിക്കുക പോലും വേണ്ട, നമുക്ക് പോയേക്ക സമയം പോവല്ലേ, ബാ ലക്ഷ്മിയമ്മ കയറാനൊക്കെ കല്യാണി പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും പ്രകാശം ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. പെട്ടെന്നാണ് പ്രകാശം നോക്കിയപ്പോൾ അതിലേ പോയൊരു വാഹനത്തിൽ നിന്ന് ഒരാൾ തല വെളിയിലേക്ക് ഇട്ട് നോക്കുന്നേ. ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലണ്ണ ഇപ്പം വണ്ടി എടുക്കണ്ട. അതെന്താ? കണ്ടില്ലേ ഇപ്പൊ പോയ ആ വാഹനത്തിൽ നിന്ന് ഒരുത്തൻ തല വെളിയിലേക്ക് ഇട്ട് നോക്കിയത്. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വന്ന് കയറി പ്രകാശ എന്നും പറഞ്ഞിട്ട് പ്രകാശനെ കയറ്റിക്കൊണ്ട് അവരങ്ങോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണിയും പ്രകാശനും ലക്ഷ്മിയമ്മ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് നടക്കണ സമയത്ത് കല്യാണി കാർത്തിയോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചോണം.
കല്യാണമൊക്കെ നല്ല ഒരു തടസ്സങ്ങളും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ലക്ഷ്മൺ പറഞ്ഞു, ഞാൻ കുറെ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് മോളെ. പക്ഷെ എത്രയൊക്കെ വഴിപാട് നേർന്ന് പറഞ്ഞാലും ആ ഗംഗാപ്രസാദിനെ പിടികൂടാതെ ഇനി പറ്റില്ല. അവനെ കണ്ടെത്തി തീർത്ത് കളഞ്ഞാലോ എല്ലാത്തിനും ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴേക്കാണ് തിരുമേനി അവിടെ നിൽക്കുന്നുണ്ട്. തിരുമേനിയുടെ അടുത്ത് എന്നിട്ട് കല്യാണി പറഞ്ഞു, തിരുമേനി ഞാൻ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാനുണ്ട്. അമ്മയുടെ നക്ഷത്രം അത് വെച്ച് വേണം നോക്കാനായിട്ട്. അതെ, മരിച്ച നക്ഷത്രം ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് വന്നോളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം. അപ്പൊ കാർത്തികയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണി മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവര് പ്രാർത്ഥിക്കാനും അങ്ങോട്ട് പോയി. ഇതേ സമയത്താണ് ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്ന് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ അവര് മാലയിട്ട് സ്വാമിയെ പോലെയാണ് ഗംഗാപ്രസാദ് ഇറങ്ങി വരുന്നത്. കൂടെ സ്റ്റെഫിയുണ്ട്. ഈ സമയത്ത് കിരണും ബൈജും ഒക്കെ അവിടെ പാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് കിരൺ അവരെ തന്നെ നോക്കുകയാണ്. കിരൺ മനസ്സിൽ എന്തോ ഒരു സംശയം തോന്നുവാണ്. രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ പിന്നാലെ തന്നെ കിരണും അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പം നാളെ ആയിരിക്കും ബാക്കി എല്ലാ വിശേഷങ്ങളും വരാനായിട്ട് പോകുന്നത്, അവനെ പിടികൂടുന്നതൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.